ആവേ മരിയ. ഈശോയിൽ എത്രയും പ്രിയപ്പെട്ടവരെ, മാതാവിൻ്റെ രക്തക്കണ്ണുനീർ ജപമാല എന്ന പ്രാർത്ഥന അതിശക്തവും അത്ഭുതവും നിറഞ്ഞ ഒരു പ്രാർത്ഥനയാണ്. കാരണം ഈ പ്രാർത്ഥന ചൊല്ലിയ എല്ലാവർക്കും മാതാവിനാൽ അനുഗ്രഹം ലഭിച്ചിട്ടുണ്ട്. പരിശുദ്ധ അമ്മയുടെ രക്തക്കണ്ണുനീരിൻ്റെ യോഗ്യതകളാൽ അനുഗ്രഹിക്കപ്പെടാൻ പോകുന്ന പ്രിയപ്പെട്ട ദൈവമക്കളെ, നിങ്ങൾ ഈ പ്രാർത്ഥന ചൊല്ലേണ്ട രീതിയിൽ ചൊല്ലിയാൽ മാതാവിൽ നിന്നും മകനിലൂടെ തീർച്ചയായും നിങ്ങൾക്ക് വേണ്ട നിയോഗങ്ങൾ സാധ്യമാകും. പലയിടങ്ങളിലും പല ദൈവമക്കളും ജപമാല ചൊല്ലുന്ന രീതി ശരിയല്ല എന്ന് പലപ്പോഴും അറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. അവർക്ക് വേണ്ടിയാണ് ഈ ഒരു വീഡിയോ. അതായത് ജപമാല ചൊല്ലുന്നതിൻ്റെ മഹത്വം അറിയുവാനും ജപമാല ചൊല്ലേണ്ട രീതികളുമാണ് ഈ ഒരു വീഡിയോയിലൂടെ പങ്കുവയ്ക്കുന്നത്. വെളിപാട് പുസ്തകം 12:1 സ്വർഗത്തിൽ വലിയൊരു അടയാളം പ്രത്യക്ഷപ്പെട്ടു. സൂര്യനെ ഉടയാടയാക്കിയ ഒരു സ്ത്രീ, അവരുടെ പാദങ്ങൾക്കടിയിൽ ചന്ദ്രൻ, ശിരസിൽ 12 നക്ഷത്രങ്ങൾ കൊണ്ടുള്ള ഒരു കിരീടം. അതുപോലെ തന്നെ ഉൽപ്പത്തി പുസ്തകം 3:15 പറയുന്നത്, നീയും സ്ത്രീയും തമ്മിലും നിന്റെ സന്തതിയും അവളുടെ സന്തതിയും തമ്മിലും ഞാൻ ശത്രുത ഉളവാക്കും. അവൻ നിന്റെ തല തകർക്കും. പിശാചിന് തിന്മയുടെ ശക്തിക്ക് പരിശുദ്ധ അമ്മയെ ഭയമാണ്. സർപ്പത്തിൻ്റെ തല തകർക്കുന്നവളാണ് നമ്മുടെ പരിശുദ്ധ അമ്മ. നാം പരിശുദ്ധ അമ്മയുടെ രക്തക്കണ്ണുനീർ ജപമാല ചൊല്ലുന്നവരാണ്. അതിനു മുൻപ് നിങ്ങൾക്ക് ഈ ഒരു കാര്യം അറിയാമോ? എന്താണ് രക്തക്കണ്ണുനീർ ജപമാല? അതിൻ്റെ മഹത്വം അറിഞ്ഞിട്ട് വേണം നിങ്ങൾ ഈ ജപമാല ചൊല്ലാൻ. അണപൊട്ടി ഒഴുകുന്ന വിചാരങ്ങളും വികാരങ്ങളും വേദനകളുമാണ് ഒരു പൊട്ടിക്കരച്ചിലൂടെ പുറത്തു വരുന്നത്. എന്നാൽ ചില വേദനകൾ പൊട്ടിക്കരച്ചിൽ കൂടാതെ ചെറിയ ഒരു വിതുമ്പൽ അവസാനിക്കുന്നു, ഒരു ചെറിയ കണ്ണുനീരിൽ അവസാനിക്കുന്നു. അതാണ് വാസ്തവത്തിൽ രക്തക്കണ്ണുനീർ. രക്തത്തുള്ളികൾ തന്നെയാണ് ആ കണ്ണുനീർ. പ്രിയമുള്ളവരെ, പരിശുദ്ധ അമ്മയുടെ 7 വ്യാകുലങ്ങളെക്കുറിച്ച് നമ്മൾ ധ്യാനിക്കാറുണ്ടല്ലോ. ഈ 7 വ്യാകുലങ്ങളിലും അമ്മ വിതുമ്പുകയാണ്, കണ്ണുനീർ പൊഴിച്ചാണ്. ആ വിതുമ്പലിലെല്ലാം പരിശുദ്ധ അമ്മയുടെ കണ്ണുനീർ രക്തത്തുള്ളികൾ തന്നെയായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഈ കണ്ണുനീരിന്, രക്തത്തുള്ളികളായുള്ള ഈ കണ്ണുനീരിന് ഇത്രയും സവിശേഷത, ഇത്രയും പ്രാധാന്യം, ഇത്രയും ശക്തി. ആ 7 വ്യാകുലങ്ങളും നമുക്ക് വേണ്ടിയായിരുന്നു. പ്രിയമുള്ളവരെ, എനിക്ക് വേണ്ടിയായിരുന്നു, നമുക്ക് ഓരോരുത്തർക്കും വേണ്ടിയായിരുന്നു. സുപുത്രനെ പോലും ത്യാഗം ചെയ്തുകൊണ്ട് അമ്മ ഒഴുക്കിയ രക്തക്കണ്ണുനീർ. ഈ ജപമാലയ്ക്ക് ഒരുപാട് പ്രത്യേകതകളുണ്ട്. 7 മുത്തുകൾ, 7 രഹസ്യങ്ങൾ, ഇടയിൽ 6 മുത്തുകൾ, പിന്നീട് 3 മുത്തുകൾ കൂട്ടിച്ചേർക്കപ്പെടുന്നു. അങ്ങനെ 58 മുത്തുകളുടെ ഒരു ജപമാല. ഇതാണ് രക്തക്കണ്ണുനീർ ജപമാല. രക്തക്കണ്ണുനീർ ജപമാലയുടെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്നത് ഇതിനെക്കുറിച്ച് പ്രചരിപ്പിക്കുന്നവരിൽ നിന്നും ചൊല്ലുന്നവരിൽ നിന്നും പിശാച് ഭയപ്പെട്ട് ഓടിമാറും. പ്രിയമുള്ളവരെ, പൈശാചിക ശക്തികൾക്കെതിരെയായിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്ന ഏറ്റവും ശക്തിയുള്ള 3 ആയുധങ്ങൾ, അത് ഈശോനാമം, ഈശോയുടെ തിരുരക്തത്തിൻ്റെ സംരക്ഷണം, പരിശുദ്ധ അമ്മ, ഇവയാണ്. ഈശോനാമം ഈ ജപമാലയിൽ ഉടനീളമുണ്ട്. പരിശുദ്ധ അമ്മയുടെ രക്തം എന്ന് പറഞ്ഞാൽ അത് ഈശോയുടെ രക്തം തന്നെയാണ്. തിരുരക്തം, പരിശുദ്ധ അമ്മ, ഇതെല്ലാം കൊണ്ട് തന്നെയാണ് ഈ രക്തക്കണ്ണുനീർ ജപമാല അത്രയ്ക്കും ശക്തിയുള്ളത്. പ്രിയമക്കളെ, പരിശുദ്ധ അമ്മയുടെ ജപമാല മാസമായ ഈ മാസം ജപമാല നിങ്ങൾ, രക്തക്കണ്ണുനീർ ജപമാല നിങ്ങൾ ചൊല്ലിയിട്ടുണ്ടെങ്കിൽ അത് ഇപ്രകാരം ചൊല്ലണമെന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ ഞായർ മുതൽ തുടർന്നുള്ള ദിവസങ്ങളിൽ ഈ രീതിയിൽ ജപമാല ചൊല്ലേണ്ടതും അതിൽ മുടക്കം സംഭവിക്കാതെ, മുടക്കം സംഭവിച്ചിട്ടുള്ളവരാണെങ്കിൽ 7 ദിവസമെങ്കിലും ജപമാല
തുടർച്ചയായി നിങ്ങളുടെ നിയോഗങ്ങൾ സമർപ്പിച്ച് ചൊല്ലേണ്ടതുമാണ്. എങ്ങനെയാണ് ഈ രക്തക്കണ്ണുനീർ ജപമാല ചൊല്ലിത്തുടങ്ങേണ്ടത്? ഏറെ ശക്തിയുള്ള ജപമാല ആയതുകൊണ്ട് തന്നെ ആദ്യം നിങ്ങൾ ബന്ധന പ്രാർത്ഥന ചൊല്ലേണ്ടതാണ്. തുടർന്ന് പ്രാരംഭ പ്രാർത്ഥന ചൊല്ലുന്നതിന് മുൻപായി വിശ്വാസ പ്രമാണം, സ്വർഗസ്ഥനായ പിതാവേ, നന്മ നിറഞ്ഞ മറിയമേ, ഒരു ത്രിത്വസ്തുതി ഇവ ചൊല്ലിയതിന് ശേഷം പ്രാരംഭ പ്രാർത്ഥന ചൊല്ലി പിന്നെ ജപമാലയുടെ വലിയ മണിയിൽ ഓ ഈശോയെ, ഈ ലോകത്തിൽ അങ്ങയെ അധികമായി സ്നേഹിക്കുകയും സ്വർഗത്തിൽ അങ്ങയെ ഏറ്റവും ഗാഢമായി സ്നേഹിച്ച് അങ്ങയോടൊത്തു വാഴുകയും ചെയ്യുന്ന പരിശുദ്ധ അമ്മയുടെ രക്തക്കണ്ണുനീർ കണങ്ങളെ അങ്ങ് കരുണയോടെ വീക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുക. തുടർന്ന് 7 മണികളിൽ സ്നേഹം നിറഞ്ഞ ഈശോയെ, അങ്ങയുടെ പരിശുദ്ധ അമ്മ ചിന്തിയ കണ്ണുനീരിനെക്കുറിച്ച് ഞങ്ങളുടെ യാചനകൾ കേൾക്കണമേ. ഇത് 7 പ്രാവശ്യം ആവർത്തിക്കണം. തുടർന്ന് ഒരു സമാപന പ്രാർത്ഥന. ആ സമർപ്പണ പ്രാർത്ഥന ചൊല്ലി നമുക്ക് ജപമാല അവസാനിപ്പിക്കാം. അപ്പോൾ ആദ്യം ബന്ധന പ്രാർത്ഥന, തുടർന്ന് ഒരു തവണ വിശ്വാസ പ്രമാണം, സ്വർഗസ്ഥനായ പിതാവേ, നന്മ നിറഞ്ഞ മറിയമേ, ത്രിത്വസ്തുതി. അത് കഴിഞ്ഞാണ് നമ്മൾ പ്രാരംഭ പ്രാർത്ഥന ചൊല്ലുന്നത്. പിന്നെ ആദ്യത്തെ മണിയിൽ ആ ചെറിയ പ്രാർത്ഥന ചൊല്ലണം. 7 മണികളിൽ ചൊല്ലേണ്ട പ്രാർത്ഥനയും ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അത് 7 തവണ ചൊല്ലണം. ഇങ്ങനെ നിങ്ങൾ ജപമാല പൂർത്തീകരിക്കുകയാണെങ്കിൽ തീർച്ചയായും മാതാവ് നിങ്ങളെ കൈവിടുകയില്ല. നിങ്ങൾ എന്ത് നിയോഗം സമർപ്പിച്ചാലും മാതാവിനാൽ, ഈശോയിലൂടെ അത് സാധ്യമാകുന്നതാണ്. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇത് വളരെ പ്രധാനപ്പെട്ട അതിശക്തിയുള്ള ഒരു പ്രാർത്ഥന തന്നെയാണെന്ന് നിങ്ങൾ വിശ്വസിക്കുക. പരിശുദ്ധ അമ്മ ബ്രിജിത്ത പുണ്യവതിക്ക് ഇങ്ങനെ ഒരു വെളിപ്പെടുത്തൽ കൊടുത്തിരുന്നു. പരിശുദ്ധ മറിയം എന്ന നാമം കേൾക്കുമ്പോൾ തന്നെ പിശാച് ഭയപ്പെട്ടോടും. ഏതെങ്കിലും ആത്മാവിൽ അവൻ്റെ കെട്ടുണ്ടെങ്കിൽ അത് പൊട്ടിത്തകരും. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ അമ്മ, ഈശോയുടെ രക്തം, ഈശോ നാമം, ഇവ 3ഉം ചേർക്കപ്പെടുന്ന ഈ രക്തക്കണ്ണുനീർ ജപമാല പ്രാർത്ഥനയിൽ ഭക്തിയോടെ നിങ്ങളും പങ്കുചേരൂ. പരിശുദ്ധ അമ്മേ, മാതാവേ, ഞങ്ങൾക്കു വേണ്ടി പ്രാർത്ഥിക്കണമേ. ആവേ മരിയ. പ്രിയമുള്ളവരെ, ഈ രക്തക്കണ്ണുനീർ ജപമാലയുടെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് ഇത് പ്രചരിപ്പിക്കുന്നവരിൽ നിന്നും ഇത് ചൊല്ലുന്നവരിൽ നിന്നും പിശാച് ഭയപ്പെട്ടോടി മാറും. പ്രിയ ദൈവമക്കളെ, മാതാവിൻ്റെ രക്തക്കണ്ണുനീർ ജപമാലയുടെ മഹത്വം അറിയിക്കുന്ന ഈ വീഡിയോ നിങ്ങളും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യണം. ഒപ്പം ഈ ദൈവിക ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോസ് ലൈക്ക് ചെയ്യുവാനും മറക്കരുതേ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ആമേൻ.